തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അനന്തനെ കുറിച്ച് നീ എന്താടാ വിചാരിച്ചത്? തലച്ചോറിലെ കമ്പ്യൂട്ടർ ഔട്ട് ഓഫ് ഓർഡർ ആയ സ്റ്റുപ്പിഡ് ആണ് ഞാനെന്നോ? നോ, അതിപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ്. ഞാൻ ഡൽഹിയിലും ബോംബെയിലൊന്നും ആയിരുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുന്നമംഗലത്ത് തറവാട്ടിൽ ഒരു നിഴൽ പോലെ കൃത്യമായി പറഞ്ഞ ഒരു പ്രേതാത്മാവായി അനന്തൻ ഉണ്ടായിരുന്നു. എടാ, നിനക്ക് നന്നായിട്ട് അറിയാലോ ആതിരയാണ് എന്റെ ഡ്രീം ഗേളെന്ന്. അവൾ ഈ നാട്ടിലുള്ളപ്പോ എനിക്ക് ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റോടാ? എടാ, നിന്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ടല്ലോ, പ്രേമദാസ്. അന്നാ തെണ്ടിക്കിട്ട് പറഞ്ഞ എനിക്ക് പൊട്ടിക്കേണ്ടി വന്നു. സോറി. എങ്കിലും ഞാനിപ്പോ നിന്നോട് നന്ദി പറയാ. കമോൺ, എന്തിനാന്ന് ചോദിക്കടാ. വേണ്ട, ഞാൻ പറയാം. ആതിരക്കുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടാനുള്ള സകല ഒരുക്കങ്ങളും നീ ചെയ്തു തന്നില്ലേ? അതിന് തന്ത്രത്തിൽ എന്നെ കൊടുക്കാമെന്ന് കരുതിയല്ലേ? അതിന് ജയദേവ ശർമ്മ രണ്ടാമത് ജനിക്കണം. കല്യാണ മണ്ഡപത്തിൽ നിന്റെ ആൾക്കാർക്ക് ഒരു കളം മുന്നോട്ട് വെക്കാൻ പറ്റില്ല. തട വെക്കാൻ എന്റെ ആൾക്കാരുണ്ട് അവിടെ. എന്താ വിശ്വാസം വരുന്നില്ലേ? 200-300 മോഷ്ടിച്ച അരിസ്റ്റോക്കാറ്റ് അടിച്ച പഴയ അനന്തൻ അല്ലടാ ഇപ്പൊ ഞാൻ. ആത്മഹത്യ ചെയ്ത നിന്റെ തട്ടാങ്കാരനോരെ എടുത്തു തന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അത് ഒറ്റ രാത്രി കൊണ്ട് എന്നെ ഒരു കോടീശ്വരനാക്കിയടാ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് അവസാനിക്കും ചൂടാ.